ഒന്നാം ഘട്ട തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ ജില്ലകൾ നാളെ വോട്ട് രേഖപ്പെടുത്തുക മലബാർ മേഖലയിൽ നിന്നാണ്. 4 ജില്ലകൾ കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ്, വയനാട് എന്നീ 4 ജില്ലകൾ നാളെ വോട്ട് രേഖപ്പെടുത്തുമ്പോൾ മലബാറിലെ തെരഞ്ഞെടുപ്പ് വിശേഷവുമായി കോഴിക്കോട് നിന്നും സിജു കണ്ണൻ, അതോടൊപ്പം തന്നെ മധ്യ കേരളത്തിൽ നിന്ന് KM ഉമേഷ്, തെക്കൻ കേരളത്തിൽ നിന്നും ജിതിൻ ചന്ദ്രനും ചേരും. ആദ്യം സിജു കണ്ണനിലേക്ക്. സിജു, ഒന്നാം ഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ ജില്ലകൾ വോട്ട് രേഖപ്പെടുത്തുക മലബാറിൽ നിന്നാണ്. അതിൽ ഏറ്റവും പ്രാധാന്യത്തോടെ കണക്കാക്കുന്നു കോഴിക്കോടും കണ്ണൂരും. കാസർഗോഡും വയനാടും നിൽക്കുമ്പോൾ തന്നെ ഇതിൻ്റെ രാഷ്ട്രീയ നിശബ്ദ പ്രചാരണത്തിൻ്റെ വശങ്ങളിലേക്ക് വരുന്നതിന് മുമ്പ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിലപാട്, ഒരുക്കങ്ങൾ, നാളത്തേക്കുള്ള തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പ്രവർത്തനങ്ങൾ, ഓരോ ബൂത്തിൻ്റെയും സ്ഥിതി ഏതു തരത്തിൽ നമുക്ക് ചുരുക്കി പറയാൻ സാധിക്കും? പ്രദീപ്, കണക്കുകൂട്ടലുകളുടെയും പ്രതീക്ഷകളുടെയും ഒരു രാത്രിയാണ് കടന്നു പോകാനിരിക്കുന്നത്. അതിനുശേഷം വടക്കൻ കേരളത്തിലെ 4 ജില്ലകൾ തെരഞ്ഞെടുപ്പിനായുള്ള തയ്യാറെടുപ്പുകളെല്ലാം പൂർത്തിയായി കഴിഞ്ഞു. അതിനുശേഷം അന്തിമ വിധി എഴുതാൻ നാളെ രാവിലെ 7 മണി മുതൽ വടക്കൻ കേരളത്തിലെ 4 കണ്ണൂർ, കാസർഗോഡ്, കോഴിക്കോട്, വയനാട് ജില്ലകളിലെ വോട്ടർമാർ പോളിംഗ് ബൂത്തിലെത്തും. തെരഞ്ഞെടുപ്പിനുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ ഒരുക്കങ്ങളും ഈ 4 ജില്ലകളിലും പൂർണ്ണമായും പൂർത്തിയായി കഴിഞ്ഞു. പോളിംഗ് സാമഗ്രികളുടെ വിതരണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇന്ന് രാവിലെ 7 മണി മുതൽ ആരംഭിച്ച് വൈകുന്നേരത്തോടു കൂടി തന്നെ കൃത്യമായി തന്നെ പൂർത്തീകരിക്കാൻ സാധിച്ചിട്ടുണ്ട്. 4 ജില്ലയിൽ നിന്നും കൃത്യമായി ജില്ലാ ഭരണകൂടത്തിൽ നിന്നും നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് എല്ലാ തരത്തിലുള്ള ഒരുക്കങ്ങളും തയ്യാറായി. ആവശ്യമായ സുരക്ഷ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ തയ്യാറായിട്ടുണ്ട്. കോഴിക്കോട് ജില്ലയിൽ 2967 പോളിംഗ് ബൂത്തുകളാണുള്ളത്. ഇതിൽ 66 ബൂത്തുകളെ പ്രശ്നബാധിത ബൂത്തുകളായി പ്രഖ്യാപിച്ചിട്ടുണ്ട്. 48 ബൂത്തുകൾ അതീവ പ്രശ്നബാധിത ബൂത്തുകളായി കണക്കാക്കിയിട്ടുണ്ട്. കാസർഗോഡ് ജില്ലയിലാണെങ്കിൽ 1043 ബൂത്തുകളാണ് ഒരുക്കിയിട്ടുള്ളത്. ഇതിൽ 51 ബൂത്തുകൾ പ്രശ്നബാധിത ബൂത്തുകളാണ്. 847 ബൂത്തുകളും കൂടി അതീവ സുരക്ഷ ആവശ്യമുണ്ട് എന്ന രീതിയിൽ വിലയിരുത്തിയിട്ടുണ്ട്. കണ്ണൂരാണെങ്കിൽ 2434 ബൂത്തുകളാണ് ആകെ ഒരുക്കിയിട്ടുള്ളത്. കണ്ണൂരാണ് ഏറ്റവും കൂടുതൽ സുരക്ഷ ഒരുക്കിയിട്ടുള്ള ജില്ല. 770 ബൂത്തുകൾ സംഘർഷ സാധ്യത നിലനിൽക്കുന്ന ബൂത്തുകളായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതോടൊപ്പം ഇതിൽ 550 എണ്ണം അതീവ സുരക്ഷ ആവശ്യമുള്ള ബൂത്തുകളാണ് എന്ന രീതിയിലാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ വിലയിരുത്തിയിരിക്കുന്നത്. സുരക്ഷയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ വലിയ രീതിയിലുള്ള തയ്യാറെടുപ്പുകൾ തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗത്തു നിന്നും അതോടൊപ്പം തന്നെ പോലീസ് സേനയുടെ ഭാഗത്തു നിന്നും എല്ലാം ഉണ്ടായിട്ടുണ്ട്. വയനാട്, കണ്ണൂർ ജില്ലകളുടെ മലയോര മേഖലകളിൽ നേരത്തെ തന്നെ മാവോയിസ്റ്റ് ഭീഷണി നിലവിലുണ്ട്. അതുകൊണ്ട് ഈ മേഖലകളിൽ ശക്തമായ സുരക്ഷയാണ് ഒരുക്കിയിരിക്കുന്നത്. തണ്ടർബോൾട്ട് ഉൾപ്പെടെയുള്ള സേനകളുടെ സാന്നിധ്യം ഓരോ പോളിംഗ് ബൂത്തിലും ഈ മേഖലകളിൽ ഉണ്ടാകും. അതോടൊപ്പം തന്നെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നത് പോലെ കണ്ണൂർ, കാസർഗോഡ്, കോഴിക്കോട്, വയനാട് ജില്ലകളിലെ പ്രശ്നബാധിത ബൂത്തുകളായി വിലയിരുത്തിയ ബൂത്തുകളിൽ കേന്ദ്ര സേനയുടെയും അതോടൊപ്പം തന്നെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ള സേനകളുടെയും സാന്നിധ്യം ഉണ്ടാകും. ഇവരായിരിക്കും പൂർണ്ണമായും പോളിംഗ് ബൂത്തുകളുടെ ക്രമസമാധാന പരിപാലനം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടപ്പിലാക്കുന്നത്. ഇത്തരത്തിൽ ഒരുക്കങ്ങൾ വളരെ ശക്തമായി തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മുന്നോട്ട് പോകുമ്പോൾ ഏറ്റവും വലിയ രാഷ്ട്രീയ പ്രാധാന്യം ഈ തെരഞ്ഞെടുപ്പിനുണ്ട്. അതിൽ 4 ജില്ലകളെ എടുത്തു കഴിഞ്ഞാൽ കോഴിക്കോടിനും കണ്ണൂരിനും ഈ 2 ജില്ലകൾക്ക് അതിപ്രാധാന്യം, കാസർഗോഡും വയനാടും. ഈ 4 ജില്ലകളുടെയും രാഷ്ട്രീയ പ്രാധാന്യം എത്രമാത്രം നമുക്ക് ചുരുക്കി പറയാൻ കഴിയും? ഇന്ന് നിശബ്ദ പ്രചരണത്തിന്റെ അവസാന മണിക്കൂറുകൾ, അവിടെ സ്ഥാനാർത്ഥികളും മുന്നണികളും എത്രമാത്രം ആവേശത്തിലാണ് രംഗത്തുള്ളത്? പ്രദീപ്, നമുക്കറിയാം വടക്കൻ കേരളത്തിലെ ഈ 4 ജില്ലകളും കൃത്യമായ രാഷ്ട്രീയ ചായ്വും രാഷ്ട്രീയ ബോധവും കാണിക്കുന്ന ജില്ലകൾ എന്ന രീതിയിൽ തന്നെ എല്ലാ കാലത്തും വിലയിരുത്തപ്പെടുന്ന ജില്ലകളാണ്. ആദ്യം കാസർഗോഡ് ജില്ലയിലേക്ക് വന്നാൽ, കാസർഗോഡ് ജില്ലയിൽ കർണാടക മേഖലയോട് ചേർന്ന് നിൽക്കുന്ന ഭാഗങ്ങളിൽ BJPക്ക് ശക്തമായ സാന്നിധ്യമുണ്ട്. ഒരുപക്ഷെ കേരളത്തിൽ BJPക്ക് ശക്തമായ സാന്നിധ്യം അറിയിക്കാൻ കഴിയുന്ന ഒരു ജില്ലയായിരിക്കും കാസർഗോഡ് ജില്ല. പിന്നീട് കാസർഗോഡ് ജില്ലയുടെ തെക്കൻ മേഖലകളിലേക്ക് വന്നാൽ ഇടതുപക്ഷത്തിന് ശക്തമായ സ്വാധീനമുള്ള മേഖലകളാണ്. പിന്നീട് കണ്ണൂർ ജില്ലയാണ്. കണ്ണൂർ ജില്ലയിൽ സ്വാഭാവികമായും LDF വലിയ രീതിയിലുള്ള പ്രതീക്ഷകളാണ് വച്ചു പുലർത്തുന്നത്. കണ്ണൂർ നഗരം ഒഴിച്ചുള്ള മറ്റ് കേന്ദ്രങ്ങളിലെല്ലാം തന്നെ വലിയ രീതിയിൽ തിരഞ്ഞെടുപ്പിൽ മുന്നേറ്റമുണ്ടാക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് LDF നിലനിൽക്കുന്നത്. അതോടൊപ്പം അതിനുമപ്പുറം തന്നെ ഈ തിരഞ്ഞെടുപ്പിൽ നാമനിർദ്ദേശ പത്രിക സമർപ്പണവും അതിനുശേഷം അതിന്റെ സൂക്ഷ്മ പരിശോധനയും എല്ലാം പൂർത്തിയായപ്പോൾ തന്നെ ആന്തൂർ നഗരസഭയിൽ എതിരില്ലാതെ തന്നെ 14 സീറ്റുകൾ കരസ്ഥമാക്കിക്കൊണ്ട് വിജയിക്കാൻ കഴിഞ്ഞതിന്റെ ആത്മവിശ്വാസവും LDF
LDF-ന് ഈ ജില്ലകളിലുണ്ട്. കോഴിക്കോട് ജില്ലയിലാണെങ്കിൽ നമുക്കറിയാം പുതിയ രാഷ്ട്രീയ പാർട്ടികൾ, വെൽഫെയർ പാർട്ടി, അതോടൊപ്പം തന്നെ SDPI ഉൾപ്പെടെയുള്ള പാർട്ടികൾ ചെറിയ ചില മേഖലകളിലെങ്കിലും ഇവർക്ക് സ്വാധീനമുണ്ട് എന്ന രീതിയിൽ തന്നെയാണ് വിലയിരുത്തുന്നത്. ഈ കക്ഷികൾ കോഴിക്കോട് ജില്ലയിലെ തിരഞ്ഞെടുപ്പ് ഫലവുമായി ബന്ധപ്പെട്ട് ശക്തമായ ഒരു നിർണായക ഘടകമാവും എന്ന രീതിയിൽ തന്നെ വിലയിരുത്തണം. വയനാട് ജില്ലയിലും കൃത്യമായും UDF-ന്റെ സ്വാധീന മേഖലകൾ എന്ന രീതിയിൽ വിലയിരുത്തപ്പെടുന്ന ജില്ലയാണ് വയനാട് ജില്ലയിലും അതോടൊപ്പം തന്നെ കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ആദ്യഘട്ടത്തിൽ തന്നെ തിരഞ്ഞെടുപ്പിന്റെ പ്രചാരണ രംഗത്ത് LDF-ന് ശക്തമായ മേൽക്കൈ നേടിയെടുക്കാൻ സാധിച്ചിരുന്നു. കാരണം സിജു, വ്യക്തമാണ് 4 ജില്ലകൾ മലബാർ മേഖലയെ സംബന്ധിച്ച് അതിപ്രാധാന്യത്തോടെ നിൽക്കുമ്പോൾ തന്നെ പുതിയ കോർപ്പറേഷനായ കണ്ണൂർ, കോഴിക്കോട് കോർപ്പറേഷൻ അടക്കം എല്ലാ മുന്നണികളും മത്സരിച്ച് തീവ്ര പ്രചാരണത്തിലാണ്. ഈ നിശബ്ദ പ്രചാരണത്തിന്റെ അവസാന മണിക്കൂറുകളിലേക്കും മധ്യമേഖലകളിൽ ഇടുക്കിയാണ് ജില്ല, തെക്കൻ കേരളത്തിൽ തിരുവനന്തപുരവും കൊല്ലവും. തെക്കൻ കേരളത്തെക്കുറിച്ച് പറയുമ്പോൾ മധ്യ കേരളത്തെയും സൂചിപ്പിക്കേണ്ടതുണ്ട്. ഇടുക്കി മാത്രമാണ് ഏക ജില്ല നാളെ മധ്യ കേരളത്തിൽ വോട്ട് രേഖപ്പെടുത്തുക. തെക്കൻ കേരളത്തിലേക്ക് വരുമ്പോൾ 2 ജില്ലകൾ തിരുവനന്തപുരവും കൊല്ലവും. അതിൽ ഏറ്റവും പ്രാധാന്യത്തോടെ തിരുവനന്തപുരം കോർപ്പറേഷൻ, കൊല്ലം കോർപ്പറേഷൻ പിടിച്ചെടുക്കുക എന്നുള്ള വാശിയേറിയ പോരാട്ടം. തിരുവനന്തപുരത്തെ സംബന്ധിച്ചാണെങ്കിൽ BJP SNDP സഖ്യം അവരുടെ എല്ലാ ശക്തിയും ഉപയോഗിച്ച് പ്രചരണത്തെ തീവ്രമാക്കുമ്പോൾ തെക്കൻ കേരളത്തിലെ വിശേഷങ്ങളുമായി ജിതിൻ ചന്ദ്രൻ. ജിതിൻ, തിരുവനന്തപുരം കോർപ്പറേഷൻ, കൊല്ലം കോർപ്പറേഷൻ അടക്കം രാഷ്ട്രീയപരമായി ഏറെ പ്രാധാന്യവും വാശിയും ഈ പരസ്യ പ്രചാരണം അവസാനിക്കുകയും നിശബ്ദ പ്രചാരണത്തിന്റെ അവസാന മുഹൂർത്തങ്ങളിലേക്കും അതിനു മുമ്പ് അതിന്റെ രാഷ്ട്രീയ വശങ്ങളിലേക്ക് വരുന്നതിന് മുമ്പ് തെരഞ്ഞെടുപ്പിന്റെ ഒരുക്കങ്ങൾ കമ്മീഷൻ ഏതു തരത്തിലാണ് പൂർത്തീകരിച്ചു കൊണ്ടുവരുന്നത്? അതിന്റെ വിശദാംശങ്ങൾ എന്താണ്? ആദ്യം പ്രദീപ്, നമുക്കറിയാം ഒന്നാം ഘട്ട തിരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്തിന്റെ മൊത്തം ശ്രദ്ധ പതിയുന്ന ദക്ഷിണ കേരളത്തിലെ 2 ജില്ലകളാണ് തിരുവനന്തപുരവും കൊല്ലവും. തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ഒന്നാം ഘട്ടത്തിൽ നാളെ ഈ ജില്ലകൾ പോളിംഗ് ബൂത്തിലെത്തുമ്പോൾ അതിനായുള്ള ഒരുക്കങ്ങളെല്ലാം തന്നെ 2 ജില്ലകളിലും പൂർത്തിയായി കഴിഞ്ഞു. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗത്തു നിന്നും ഇന്ന് പോളിംഗ് സാമഗ്രികളുടെ വിതരണമാണ് പ്രധാനമായും നടന്ന പ്രക്രിയ. അത് 5 മണിയോടുകൂടി തന്നെ പൂർത്തിയായി എന്ന് പറയേണ്ടിയിരിക്കുന്നു. ഒപ്പം തന്നെ കാലാകാലങ്ങളായി പോളിംഗ് സാമഗ്രികളുടെ വിതരണത്തിൽ തുടരുന്ന രീതിയിൽ നിന്ന് ഒരു വ്യത്യസ്തത ഇത്തവണ തിരുവനന്തപുരത്തുണ്ടായിരുന്നു. തിരുവനന്തപുരം കോർപ്പറേഷനിലെയും ഒപ്പം തന്നെ തിരുവനന്തപുരത്തെ 4 നഗരസഭകൾ, നെയ്യാറ്റിൻകര, നെടുമങ്ങാട്, ആറ്റിങ്ങൽ, വർക്കല എന്നീ നഗരസഭകളിലെ പോളിംഗ് ബൂത്തുകളിലേക്ക് പോളിംഗ് സാമഗ്രികൾ നേരിട്ട് എത്തിച്ചു കൊടുക്കുന്ന പുതിയൊരു സമ്പ്രദായത്തിന് ഇത്തവണത്തെ തെരഞ്ഞെടുപ്പോടുകൂടി തിരുവനന്തപുരത്ത് തുടക്കമിട്ടിരിക്കുന്നു. സെക്ടറൽ ഓഫീസർമാർ പ്രത്യേകം വാഹനങ്ങളിൽ അതത് പോളിംഗ് ബൂത്തുകളിലേക്ക് പോളിംഗ് സാമഗ്രികൾ എത്തിച്ചു കൊടുക്കുന്ന പുതിയ രീതിക്കാണ് തിരുവനന്തപുരത്ത് തുടക്കമായത്. സംസ്ഥാനത്ത് ആദ്യമായാണ് ഒരു തിരഞ്ഞെടുപ്പിൽ ഇത്തരത്തിലൊരു രീതി കൈവരുന്നത്. ഒപ്പം തന്നെ മറ്റിടങ്ങളിൽ ഗ്രാമപ്രദേശങ്ങളിലെല്ലാം തന്നെ സാധാരണ രീതിയിൽ ഒരു കേന്ദ്രത്തിൽ നിന്നും പോളിംഗ് സാമഗ്രികൾ വിതരണം ചെയ്യുന്ന പതിവ് രീതി തന്നെയാണ് ഉണ്ടായത്. ഇത്തരത്തിൽ മൊത്തം 16 കേന്ദ്രങ്ങളിൽ നിന്നാണ് തിരുവനന്തപുരം ജില്ലയിലെ വിവിധ ബൂത്തുകളിലേക്കുള്ള പോളിംഗ് സാമഗ്രികളുടെ വിതരണം നടന്നത്. തിരുവനന്തപുരം ജില്ലയിൽ മൊത്തം 3255 പോളിംഗ് ബൂത്തുകളാണുള്ളത്. ഇങ്ങോട്ടുള്ള പോളിംഗ് സാമഗ്രികളെല്ലാം തന്നെ അതത് ബൂത്തുകളിൽ എത്തിക്കഴിഞ്ഞു. അവിടുത്തെ ക്രമീകരണങ്ങളെല്ലാം തന്നെ പൂർത്തിയായി കഴിഞ്ഞു എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഒപ്പം തന്നെ തിരുവനന്തപുരത്ത് അതീവ പ്രശ്നബാധിത ബൂത്തുകളായി വിലയിരുത്തപ്പെടുന്നത് 173 ബൂത്തുകളാണ്. ഈ ബൂത്തുകളിൽ സുരക്ഷാ സംവിധാനങ്ങളും വലിയ രീതിയിൽ സജ്ജീകരിച്ചു കഴിഞ്ഞു. സംസ്ഥാന പോലീസിന് പുറമെ കർണാടക പോലീസിന്റെ 10 കമ്പനി സേനകളുടെ സഹായവും സംസ്ഥാനത്ത് മൊത്തം തെരഞ്ഞെടുപ്പിന് ഉപയോഗിക്കുന്നുണ്ട്. അത് പ്രധാനമായും ഉപയോഗിക്കപ്പെടുന്ന ഒരു ജില്ലകളിൽ ഒന്നുകൂടിയാണ് തിരുവനന്തപുരം. 173 അതീവ പ്രശ്നബാധിത ബൂത്തുകളിലും ഇത്തരത്തിൽ പഴുതടച്ച സുരക്ഷാ സംവിധാനങ്ങളാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷനും പോലീസും ചേർന്ന് ഒരുക്കിയിരിക്കുന്നത്. ഒപ്പം പരമാവധി ബൂത്തുകളിൽ വീഡിയോഗ്രാഫിക്കും ഒപ്പം വെബ്കാസ്റ്റിംഗിനുള്ള സംവിധാനവും ഒരുക്കിയിട്ടുണ്ട്. ഇതുവഴി ഒരു തത്സമയ നിരീക്ഷണം തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷന് സാധ്യമാവും. ഇത്തരത്തിലാണ് തിരുവനന്തപുരത്തെ കാര്യങ്ങൾ പുരോഗമിക്കുന്നതെങ്കിൽ കൊല്ലത്തും ഏറെക്കുറെ സമാനമാണ് അവസ്ഥ. 16 കേന്ദ്രങ്ങളിൽ നിന്നാണ് കൊല്ലത്തെ 2737 പോളിംഗ് ബൂത്തുകളിലേക്കുള്ള പോളിംഗ് സാമഗ്രികളുടെ വിതരണം നടന്നത്. എല്ലായിടങ്ങളിലും കുഴപ്പമൊന്നുമില്ലാതെ തന്നെ പ്രശ്നങ്ങളൊന്നുമില്ലാതെ തന്നെ പോളിംഗ് സാമഗ്രികളുടെ വിതരണം പുരോഗമിക്കുകയുണ്ടായി. 124 അതീവ പ്രശ്നബാധിത ബൂത്തുകൾ കൊല്ലത്തുണ്ട്. ഇവിടങ്ങളിൽ സുരക്ഷയും ശക്തമാക്കിയിട്ടുണ്ട്. ചുരുക്കി പറഞ്ഞാൽ ദക്ഷിണ കേരളത്തിലെ 2 ജില്ലകളിലും തെരഞ്ഞെടുപ്പിനായുള്ള ഒരുക്കങ്ങളെല്ലാം തന്നെ പൂർത്തിയായി കഴിഞ്ഞു. നാളെ രാവിലെ 7 മണിയോടുകൂടി തന്നെ പോളിംഗ് ആരംഭിക്കാനുള്ള എല്ലാ സജ്ജീകരണങ്ങളും ദക്ഷിണ കേരളത്തിലെ 2 ജില്ലകളിലും പൂർത്തിയായി കഴിഞ്ഞു. ഇതോടൊപ്പം തന്നെ ഏറ്റവും വാശിയേറി എന്ന് കണക്കാക്കാവുന്ന മറ്റ് ഗ്രാമപഞ്ചായത്തുകൾ, ബ്ലോക്ക്, ജില്ലാ പഞ്ചായത്തുകൾ വാശിയോടെ തന്നെ പോരാട്ടുമ്പോൾ അതിനപ്പുറത്തേക്ക് 3 കക്ഷികളും ഏറ്റവും പ്രാധാന്യത്തോടെ കാണുന്നു തിരുവനന്തപുരം കോർപ്പറേഷൻ, ഒപ്പം കൊല്ലം കോർപ്പറേഷനും. മാറിയ രാഷ്ട്രീയ സമവാക്യങ്ങൾ ഈ 2 കോർപ്പറേഷനിലെയും ഏതു തരത്തിലാണ് മുന്നണികൾ സമീപിക്കുന്നത്, അതോടൊപ്പം മറ്റ് മൊത്തത്തിലുള്ള രാഷ്ട്രീയ ചിത്രവും ഏതു തരത്തിലാണ് ഈ 2 ജില്ലകളിൽ?
പ്രദീപ, 2015 തദ്ദേശ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ മാറിയ രാഷ്ട്രീയ സാഹചര്യത്തിൽ വലിയ ശ്രദ്ധയാണ് തിരുവനന്തപുരം കോർപ്പറേഷനിലെ ത്രികോണ മത്സരത്തിന് ലഭിക്കുന്നത് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. കഴിഞ്ഞ 4 തവണയായി തുടർച്ചയായി LDF ആണ് തിരുവനന്തപുരം കോർപ്പറേഷനിലെ ഭരണം കൈയാളുന്നത്. 20 വർഷം തുടർച്ചയായി LDF ഭരണം കൈയാളുമ്പോൾ ഈ തെരഞ്ഞെടുപ്പിലും വിജയം ആവർത്തിച്ചുകൊണ്ട് ഭരണം നിലനിർത്തുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മത്സര രംഗത്തിറങ്ങുന്നതെങ്കിൽ ഇത്തവണയെങ്കിലും ഇടതുപക്ഷത്തിന്റെ കോട്ട തകർത്തുകൊണ്ട് തങ്ങൾക്ക് ഇവിടെ സ്ഥാനം നേടണമെന്ന ലക്ഷ്യത്തോടു കൂടിയാണ് UDF തിരുവനന്തപുരം കോർപ്പറേഷനിൽ മത്സരിക്കുന്നത്. അതേസമയം തന്നെ വിമത ശല്യവും ഗ്രൂപ്പ് പോരും എല്ലാം UDFനെ ഒരു പ്രശ്നമായി നിലനിൽക്കുന്നുമുണ്ട്. ഒപ്പം BJPയുടെ കാര്യവും എടുത്തു പറയേണ്ടിയിരിക്കുന്നു. BJP സംസ്ഥാനത്ത് നേട്ടം കൊയ്യണമെന്ന് കരുതുന്നതിൽ പ്രധാനമായി ഒരിടം തിരുവനന്തപുരം കോർപ്പറേഷനാണ്. ഇത്തരത്തിൽ ത്രികോണ മത്സരം ശക്തമായി നടക്കുന്ന ഒരിടം തന്നെയാണ് തിരുവനന്തപുരം കോർപ്പറേഷൻ. ഏറെക്കുറെ സമാനമായ സാഹചര്യം തന്നെയാണ് കൊല്ലത്തുമുള്ളത്. ഇത്തരത്തിൽ വളരെ വാശിയോടെ മലബാറിലെ 4 ജില്ലകൾക്കൊപ്പം തെക്കൻ കേരളത്തിൽ 2 ജില്ലകളും കോർപ്പറേഷൻ ഭരണം അടക്കം പിടിച്ചെടുക്കാൻ വാശിയോടെ മുന്നണികൾ മുന്നോട്ട് പോകുമ്പോൾ മധ്യ കേരളത്തിൽ ഇടുക്കിയുടെ പ്രാധാന്യം. മധ്യ കേരളത്തിൽ നാളെ വിധിയെഴുത്ത് നടത്തുക ഒരു ജില്ല മാത്രമാണ്, ഇടുക്കി ജില്ല. KM ഉമേഷ് ഇടുക്കിയിലെ വിശേഷങ്ങളുമായി. ഉമേഷ്, പൊതുവെ വിലയിരുത്തപ്പെടുക UDF അനുകൂല ജില്ല എന്നാണ് ഇടുക്കിയെ. പക്ഷേ 2010 നിന്ന് 2015 എത്തുമ്പോൾ ഉണ്ടാകുന്ന മാറ്റങ്ങൾ ഏറെയാണ്. കസ്തൂരി രംഗൻ വിഷയവുമായി ബന്ധപ്പെട്ടായാലും തോട്ടം തൊഴിലാളികളുടെ വിഷയവുമായി ബന്ധപ്പെട്ടായാലും കേരള കോൺഗ്രസ് അല്ലെങ്കിൽ കേരള കോൺഗ്രസ് പ്രസ്ഥാനങ്ങൾക്ക് വളരെ നിർണായക സ്വാധീനമുള്ളൊരു ജില്ല. ബാർക്കോഴയുമായി ബന്ധപ്പെട്ട് പ്രചരണത്തിന്റെ തലങ്ങൾ തന്നെ മാറുന്നു നിശബ്ദ പ്രചാരണം എത്തുമ്പോൾ. ഇതൊക്കെ ഇടുക്കിയിലെ രാഷ്ട്രീയ പ്രാധാന്യം എത്രമാത്രമാണ് വിളിച്ചോതുക? നാളത്തെ ഈ അവസാന മണിക്കൂറുകൾ നിശബ്ദ പ്രചരണത്തിന്റെ എങ്ങനെ ഇടുക്കി പ്രതികരിക്കുന്നു? പ്രദീപ്, 2010 തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പ് വെച്ച് കണക്കാക്കുമ്പോൾ ഇടുക്കിയിലെ ഒരു രാഷ്ട്രീയ ചിത്രം എന്ന് പറയുന്നത് വലിയ സമ്പൂർണ്ണ മേൽക്കൈയാണ് UDFന് ലഭിച്ചത്. ഇടുക്കി ജില്ലാ പഞ്ചായത്ത് 16 ഡിവിഷനും UDF ഭരിക്കുന്നു. സമ്പൂർണ്ണ പഞ്ചായത്ത് മുഴുവൻ UDF തന്നെ ഭരിക്കുന്നു. പഞ്ചായത്തുകളിലെയും ഗ്രാമപഞ്ചായത്തുകളിൽ ഭൂരിഭാഗവും 53 ഗ്രാമപഞ്ചായത്തുകളിൽ 43 UDF തന്നെ ഭരിക്കുന്നു. ഇത്തരത്തിൽ സമ്പൂർണ്ണ ആധിപത്യമാണ് UDFന് ഉള്ളത്. പ്രദീപ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ 5 വർഷം കഴിയുമ്പോൾ രാഷ്ട്രീയ സമവാക്യങ്ങൾ ഏറെ മാറിയിരിക്കുന്നു. പ്രത്യേകിച്ച് കസ്തൂരി രംഗൻ വിഷയത്തിലും തോട്ടം തൊഴിലാളികളുടെ പ്രശ്നത്തിലും പട്ടയ പ്രശ്നത്തിലും എല്ലാം തന്നെ വലിയ രാഷ്ട്രീയ ചലനങ്ങളാണ് ഇടുക്കി ജില്ലയിൽ ഉണ്ടായത്. ഏറ്റവും ഒടുവിൽ ബാർക്കോഴ പ്രശ്നത്തിലാണെങ്കിൽ തന്നെയും കേരള കോൺഗ്രസിനകത്ത് തന്നെ ഭിന്നത രൂപപ്പെട്ടിരിക്കുന്ന ഒരു അവസ്ഥയാണുള്ളത്. പ്രത്യേകിച്ച് ഇടുക്കി എന്ന് പറയുമ്പോൾ കേരള കോൺഗ്രസിന് വലിയ ഒരു അടിത്തറയുള്ള ഒരു ജില്ല കൂടിയാണ് ഇടുക്കി. എന്നാൽ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഈ ബാർക്കോഴ പ്രശ്നത്തിൽ കേരള കോൺഗ്രസ് എമ്മിനകത്ത് തന്നെ ഭിന്നത രൂക്ഷമായ സാഹചര്യത്തിൽ ഇത് UDFന് പ്രതികൂലമാകും എന്ന ഒരു കണക്കുകൂട്ടൽ തന്നെയാണ് ഇടത് കേന്ദ്രങ്ങൾ ഉള്ളത്. എന്തായാലും ഈ ഒരു തെരഞ്ഞെടുപ്പിൽ ഈ ഒരു വിഷയങ്ങൾ തന്നെയാണ് പ്രധാനമായും ഈ പ്രചാരണ ആയുധമായി വരാൻ പോകുന്നത്. ഇടത് കേന്ദ്രങ്ങളെല്ലാം തന്നെ അതുകൊണ്ട് തന്നെ വലിയ പ്രതീക്ഷയിലാണ് ഉള്ളത്. ആദ്യം മുതൽക്ക് തന്നെ ഇടത് കേന്ദ്രങ്ങൾ മാത്രമല്ല UDFും BJPയും ഒരുപോലെ തന്നെ പ്രചാരണ രംഗത്ത് സജീവമായിരുന്നു. ഇന്ന് നിശബ്ദ പ്രചാരണമായിരുന്നു. സ്ഥാനാർത്ഥികളെല്ലാം തന്നെ വോട്ടുറപ്പിക്കാനുള്ള അവസാനവട്ട തിരക്കിലായിരുന്നു ഇടുക്കി ജില്ലയിൽ എമ്പാടും കാണാൻ കഴിഞ്ഞത്. ഇടുക്കി ജില്ലയിൽ പ്രധാനമായും നാളെ പോളിംഗ് ബൂത്തിലേക്ക് പോകുന്നത് 8,49,184 വോട്ടർമാരാണ് നാളെ ഇടുക്കി ജില്ലയിൽ വോട്ട് ചെയ്യാനായി പോളിംഗ് ബൂത്തിൽ എത്തുന്നത്. 1453 പോളിംഗ് സ്റ്റേഷനുകളാണ് ഇടുക്കി ജില്ലയിൽ ഒരുക്കിയിട്ടുള്ളത്. ഇതിൽ 197 ബൂത്തുകൾ പ്രശ്നബാധിതമായി കണക്കാക്കിയിട്ടുണ്ട്. ഇതിൽ തന്നെ 60 ബൂത്തുകൾ അതീവ പ്രശ്നബാധിതമായി ഇലക്ഷൻ കമ്മീഷൻ കണക്കാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടങ്ങളിൽ പ്രത്യേക സുരക്ഷയാണ് ഒരുക്കിയിട്ടുള്ളത്. CCTV ഉണ്ട്. കൂടുതലായി പോലീസിനെയും വിന്യസിച്ചിട്ടുണ്ട്. പോളിംഗ് സാമഗ്രികളുടെ വിതരണം എല്ലാം തന്നെ പൂർത്തിയാക്കി കഴിഞ്ഞിരിക്കുന്നു. പ്രത്യേകിച്ച് വനമേഖലകളിലും ഇടമലക്കുടി ഉൾപ്പെടെയുള്ള വിദൂര മേഖലകളിലേക്കെല്ലാം തന്നെ പോളിംഗ് സാമഗ്രികൾ എത്തിച്ച് എല്ലാവിധ സജ്ജീകരണങ്ങളും പൂർത്തിയാക്കി. മധ്യകേരളത്തിൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ മധ്യകേരളത്തിൽ ആദ്യഘട്ട പോളിംഗ് നടക്കുന്ന ഏക ജില്ലയാണ് ഇടുക്കി. ആ നിലയ്ക്ക് തന്നെ എല്ലാവിധ സജ്ജീകരണങ്ങളും ഇടുക്കി ജില്ലയിൽ പൂർത്തിയായി കഴിഞ്ഞു. KM ഉമേഷ്, 7 ജില്ലകൾ ഒന്നാം ഘട്ടത്തിൽ വോട്ടെടുപ്പ് രേഖപ്പെടുത്താൻ ഇനി മണിക്കൂറുകൾ മാത്രം. നിശബ്ദ പ്രചരണത്തിന്റെ അവസാന മണിക്കൂറുകളിൽ കൂടെ 7 ജില്ലകളും കടന്നു പോകുമ്പോൾ നാളെ രാവിലെ 7 മണിക്ക് വോട്ടെടുപ്പ് ആരംഭിക്കും. വൈകിട്ട് 5 മണി വരെ തെക്കൻ കേരളവും മധ്യ കേരളവും വടക്കൻ കേരളത്തിൽ 4 ജില്ലകൾ, ഏറ്റവും കൂടുതൽ ജില്ലകൾ വോട്ടെടുപ്പ് രേഖപ്പെടുത്തുക വടക്കൻ കേരളത്തിലും. ഓരോ ദിവസത്തെ വിശേഷങ്ങളുമായി ഗ്രാമസഭ വീണ്ടും ഇതേ സമയം നാളെ അല്പസമയത്തിനകം 7 മണിക്ക് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന്റെ ഇഴകീറിയുള്ള വിശകലനവുമായി ഞങ്ങളുടെ MDയും ചീഫ് എഡിറ്ററുമായ ജോൺ ബ്രിട്ടാസ് പഞ്ചായത്ത് വാരത്തിൽ.